ഇന്നൊരു ചെറിയ ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ബർത്ത്ഡേ വ്ലോഗാണെന്നൊക്കെ പറയാം. ഇക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വൈകിട്ടൊന്ന് മക്കളുമൊക്കെ ആയിട്ട് പുറത്തോട്ട് പോയി അങ്ങനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മക്കളൊരു ചെറിയ സർപ്രൈസ് കൊടുത്തായിരുന്നു. ഇനി എൻ്റെ വക ഒരു ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സ് ഐറ്റം ആണ്. അപ്പോൾ അതിന് നമ്മൾ ലുലു ഫാഷനിലോട്ട് പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ പെറ്റ് കെയറിലൊന്ന് കയറി, പിന്നെ നമ്മുടെ ജിം റൂട്ടിന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ ലുലു ഫാഷൻസിലോട്ട് കയറി. അവിടെ ചെല്ലേണ്ട ആവശ്യമില്ല, അതിനു മുമ്പേ ഡിസൈഡ് ചെയ്തായിരുന്നു. ഇട്ടിരിക്കുന്ന അതേ ബ്രാൻഡ് ഐഡൻറ്റിറ്റി, അത് ഭയങ്കര കംഫർട്ടാണെന്ന് അയക്കാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു കളറ്, അങ്ങനെ അത് സെലക്ട് ചെയ്ത് നമ്മൾ വന്നു. പിന്നെ നമ്മുടെ കണ്ണ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? നമ്മുടെ ഈ ഓർണമെൻറ്റ് സെക്ഷനിലോട്ടായിരിക്കും. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഓണത്തിനായിട്ട് ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എനിക്ക് എപ്പോഴും പോകുമ്പം കുറേ ഐറ്റംസ് നമുക്കിങ്ങനെ വാരിയെടുക്കാൻ തോന്നും. ഇപ്രാവശ്യം ബാംഗിൾസിൽ കുറച്ച് വെറൈറ്റി ഐറ്റംസും നല്ല ഐറ്റംസും ഒക്കെ കണ്ടു. പക്ഷേ എനിക്ക് ഇയർ റിങ്സിൽ അത്രയ്ക്ക് അട്രാക്റ്റീവായിട്ട് ഒന്നും തോന്നിയില്ല. എപ്പോഴും ഞാൻ കാണുന്ന അത്ര ഫീൽ തോന്നിയില്ല. പക്ഷേ അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഞാനൊന്നും വാങ്ങിച്ചില്ല എന്നതിന് തന്നെ ഒരു എന്തെങ്കിലും, സാധാരണ ചുമ്മാ നോക്കാൻ പോയാലും എന്തെങ്കിലും ഒന്നും എടുത്തുകൊണ്ട് വരുന്നതാണ്. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ എടുക്കാൻ തോന്നിയില്ല. പിന്നെ നമ്മുടെ ഷർട്ടിൻ്റെ കളർ എനിക്ക് അത്ര പിടിച്ചില്ലായിരുന്നു. അപ്പോൾ ഇക്ക ഐഡൻറ്റിറ്റിയുടെ ഷോപ്പിൽ തന്നെ കയറി വേറെ എന്തെങ്കിലും കിട്ടാൻ ഓപ്ഷനുണ്ടോ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്ത് തന്നെ ചൂസ് ചെയ്തുകൊണ്ട് വന്നു. പിന്നെ ഒരു ഓണസാരി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കുറേ നാളായി ഓണത്തിന് എന്താ പറയുന്നത്, ഒരു പുതിയ സാരി എടുത്ത് നമ്മളിങ്ങനെ സ്കൂളിൽ കോളേജിൽ അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴാണല്ലോ കൂടുതലും അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ലുലു സെലിബ്രേറ്റ് ചെയ്യുന്ന സെലക്ട് ചെയ്തിങ്ങ് വന്നു. പിന്നെ നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കില്ല. അതാണല്ലോ ചെറിയൊരു സെലിബ്രേഷൻ പോലെ നമുക്ക്, എന്ന് വെച്ചാൽ ഫുഡ് കഴിച്ച് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് വെച്ചിട്ട് ഈ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നത്. ഇവിടെ ആകുമ്പോൾ കുറേ ഐറ്റംസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു കഫേ സെറ്റപ്പാണ്. സെക്കൻഡ് ടൈം ആട്ടോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓർഡർ ചെയ്യാൻ സെലക്ട് ചെയ്തു. ആദ്യം നമ്മൾ സ്റ്റാർട്ടറായിട്ട് സ്റ്റാർട്ടർ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാറില്ല. സാധാരണ മെയിൻ കോഴ്സിലായിരിക്കും മിക്കവാറും പോകാറ്. ഇനി നമ്മൾ സ്റ്റാർട്ടറായിട്ട് നമ്മുടെ മോമോസ് സെലക്ട് ചെയ്തു. അത് ചീസി മോമോസും പിന്നെ അല്ലാതെ നോർമൽ മോമോസും കൂടെ ഓരോ പ്ലേറ്റ് വെച്ച് ഓർഡർ ചെയ്തു. പിന്നെ ഞാനും ഇക്കായി, ഞങ്ങൾക്ക് ഇതിനോടൊന്നും യാതൊരു താല്പര്യമില്ല. അത് കാരണം ഞങ്ങൾ കിഴി പൊറോട്ട ഓർഡർ ചെയ്തു. അത് ഞാനും ഇക്കയും കൂടെ ഷെയർ ചെയ്ത് അങ്ങ് കഴിച്ചു. അരസാങ്കൂട്ടം മാത്രം, ഇളയാൾ മാത്രം അത് 2-3 വായി ഇങ്ങനെ ടേസ്റ്റ് ചെയ്തു. ബാക്കി രണ്ടാൾക്കും ഇതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ ചിക്കൻ സിസ്ലർ, അത് നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ചൂസ് ചെയ്യുന്നത്. പക്ഷേ അതത്ര എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്തു. ആദ്യത്തെ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. പിന്നെ ജസ്റ്റ് ജ്യൂസും ഷേക്കും ഒക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം